ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്നത് നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ്. ബയോളജി കുറച്ചുകൂടി ഉണ്ട് പഠിക്കാനായിട്ട്. ഇന്നത്തോടെ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ 43 ജോഡി നാഡികളാണുള്ളത്. മനുഷ്യ ശരീരത്തിൽ 43 ജോഡി നാഡികളാണുള്ളത്. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ഈ നാഡീവ്യവസ്ഥയ്ക്ക് 2 വിഭാഗങ്ങളുണ്ട്. കേന്ദ്ര നാഡീവ്യവസ്ഥ, സെൻട്രൽ നെർവസ് സിസ്റ്റം. പിന്നെ പെരിഫറൽ നാഡീവ്യവസ്ഥ, പെരിഫറൽ നെർവസ് സിസ്റ്റം. കേന്ദ്ര നാഡീവ്യവസ്ഥയുമുണ്ട്, പെരിഫറൽ നാഡീവ്യവസ്ഥയുമുണ്ട്. മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥയാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. മസ്തിഷ്കവും സുഷുമ്നയും ആണ് കേന്ദ്ര നാഡീവ്യവസ്ഥയിലുള്ളത്. പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യ ശരീരത്തിലാകെ നാഡികളുടെ എണ്ണം 43 ജോഡിയാണ്. അതിൽ 12 ജോഡി ശിരോനാഡികളുണ്ട്, 31 ജോഡി സുഷുമ്നാ നാഡികളുണ്ട്. ഇത് എല്ലാം ചേർന്ന നാഡീവ്യവസ്ഥയാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിലും 43 ജോഡി നാഡികളുണ്ട്. ആ 43 ജോഡി നാഡികളിൽ 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും ചേർന്ന നാഡീവ്യവസ്ഥയാണ്. അപ്പോൾ അതാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. അപ്പോൾ കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പറയുമ്പോൾ മസ്തിഷ്കവും സുഷുമ്നയും ചേർന്ന നാഡീവ്യവസ്ഥ. പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് പറയുമ്പോൾ 43 എണ്ണം നാഡികളുണ്ട്. 43 ജോഡി നാഡികളുണ്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ. അതിൽ 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും ചേർന്ന നാഡീവ്യവസ്ഥയാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ. നാഡികൾ നിർമ്മിതമായിരിക്കുന്നത് നാഡീതന്തുക്കൾ കൊണ്ടാണ്. നാഡീതന്തുക്കൾ കൊണ്ടാണ് നാഡികൾ നിർമ്മിതമായിരിക്കുന്നത്. അതായത് ആക്സോണുകൾ. നാഡികൾ യോജക കലയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട്. നാഡികൾ യോജക കലയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. നാഡീതന്തുക്കളുടെ കൂട്ടം, അതിനെയാണ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. അപ്പോൾ നാഡികൾ നിർമ്മിതമായിരിക്കുന്നത് നാഡീതന്തുക്കൾ കൊണ്ടാണ്. ഈ നാഡീതന്തുക്കളുടെ കൂട്ടത്തിനെ പറയുന്ന പേരാണ് ഗാംഗ്ലിയോൺ. 3 തരത്തിലുള്ള നാഡികളുണ്ട്: സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്രനാഡി. 3 തരത്തിലുള്ള നാഡികളാണുള്ളത്: സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്രനാഡി. സംവേദനാഡി എന്ന് പറയുമ്പോൾ സെൻസറി നെർവ്, പ്രേരകനാഡി മോട്ടോർ നെർവ്, സമ്മിശ്രനാഡി മിക്സഡ് നെർവ്. ഇനി സംവേദനാഡീകോശങ്ങൾ എന്ന് വെച്ചാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്ന അല്ലെങ്കിൽ അവിടേക്ക് വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദനാഡികൾ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്ന നാഡീകോശങ്ങൾ. അപ്പോൾ ഈ നാഡീകോശങ്ങൾ സംവേദനാഡീതന്തുക്കൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. സംവേദനാഡികൾക്ക് ഉദാഹരണങ്ങളാണ് നേത്രനാഡി, വെസ്റ്റിബ്യൂളോ കോക്ലിയർ നാഡി. അത് 8ാം ശിരോനാഡി എന്നാണ് അറിയപ്പെടുന്നത്. വെസ്റ്റിബ്യൂളോ കോക്ലിയർ നാഡി അറിയപ്പെടുന്നത് 8ാം ശിരോനാഡി എന്നാണ്. ഇത് സംവേദനാഡിക്ക് ഉദാഹരണമാണ്. ഓൾഫാക്ടറി നാഡി, ഓൾഫാക്ടറി നാഡി അറിയപ്പെടുന്നത് 1ാം ശിരോനാഡി എന്നാണ്. 8ാം ശിരോനാഡി എന്നറിയപ്പെടുന്നത് വെസ്റ്റിബ്യൂളോ കോക്ലിയർ നാഡിയാണ്. 1ാം ശിരോനാഡി എന്നറിയപ്പെടുന്നത് ഓൾഫാക്ടറി നാഡിയാണ്. അപ്പോൾ സംവേദനാഡികൾ എന്ന് വെച്ചാൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്ന നാഡികൾ. അതാണ് സംവേദനാഡികൾ. അതിനുദാഹരണങ്ങളാണ് നേത്രനാഡി, വെസ്റ്റിബ്യൂളോ കോക്ലിയർ നാഡി, അത് 8ാം ശിരോനാഡിയാണ്. ഓൾഫാക്ടറി നാഡി, അത് 1ാം ശിരോനാഡിയാണ്. ഇനി പ്രേരക നാഡീകോശങ്ങൾ അല്ലെങ്കിൽ മോട്ടോർ നെർവ് മോട്ടോർ നെർവ്സ്. മസ്തിഷ്കം, സുഷുമ്ന എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാഡിയാണ് പ്രേരകനാഡി. ഇത് പ്രേരകനാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്നതാണ് പ്രേരകനാഡി. പ്രേരകനാഡി എന്ന് പറയുമ്പോൾ മസ്തിഷ്കം, സുഷുമ്ന എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാഡിയാണ്. സംവേദനാഡി എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സന്ദേശങ്ങളെ മസ്തിഷ്കം, സുഷുമ്ന എന്നിവിടങ്ങളിൽ എത്തിക്കുന്നു. നേത്രനാഡി, വെസ്റ്റിബ്യൂളോ കോക്ലിയർ നാഡി. പിന്നെ ഒരു നാഡിയും കൂടി ഉണ്ടായിരുന്നല്ലോ, 1ാം ശിരോനാഡി എന്നറിയപ്പെടുന്ന ഓൾഫാക്ടറി നാഡി. ഓൾഫാക്ടറി നാഡി സംവേദനാഡിക്ക് ഉദാഹരണമാണ്. പ്രേരകനാഡികൾക്ക് ഉദാഹരണങ്ങൾ 11ാം ശിരോനാഡി, ഹൈപ്പോഗ്ലോസൽ നാഡി. ഈ ഹൈപ്പോഗ്ലോസൽ നാഡി 12ാം ശിരോനാഡി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രേരകനാഡിക്ക് ഉദാഹരണങ്ങളാണ് 11ാം ശിരോനാഡിയും 12ാം ശിരോനാഡിയും.
ഈ 12ാം ശിരോനാഡിയാണ് ഹൈപ്പോഗ്ലോസൽ നാഡി. ഇനി ഒരു നാഡീകോശങ്ങളൂടെ ഉണ്ട്, ഒരു ടൈപ്പ്. അതാണ് സമ്മിശ്ര നാഡീകോശങ്ങൾ. സമ്മിശ്ര നാഡീകോശങ്ങൾ എന്ന് പറയുമ്പോൾ മസ്തിഷ്കം, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന നാഡി. അതായത് സംവേദനാഡികളുടെയും പ്രേരക നാഡികളുടെയും രണ്ടിൻ്റെയും ഫങ്ഷൻസ് ഒരുമിച്ച് ചെയ്യുന്നതാണ്. സമ്മിശ്രം എന്ന് പറയുമ്പോൾ തന്നെ മിശ്രമാണ് രണ്ടിൻ്റെയും. സംവേദ നാഡീതന്തുക്കളും പ്രേരക നാഡീതന്തുക്കളും ചേർന്നുണ്ടാകുന്ന നാഡിയാണ് സമ്മിശ്ര നാഡീകോശങ്ങൾ. അപ്പോൾ മസ്തിഷ്കം, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കം, സുഷുമ്ന എന്നിവയിൽ എത്തിക്കുന്നു. അപ്പോൾ രണ്ടും സാധ്യമാക്കുന്ന നാഡിയാണ് സമ്മിശ്ര നാഡീകോശങ്ങൾ. സമ്മിശ്ര നാഡിക്ക് ഉദാഹരണം വാഗസ് നാഡിയാണ്. അത് 10ാം ശിരോനാഡിയാണ് വാഗസ് നാഡി. അപ്പോൾ സംവേദ നാഡികൾക്ക് ഉദാഹരണമാണ് നേത്രനാഡി, പിന്നെ വെസ്റ്റിബ്യൂളോ കോക്ലിയർ നാഡി, അത് 8ാം ശിരോനാഡിയാണ്. പിന്നെ 1ാം ശിരോനാഡി എന്നറിയപ്പെടുന്ന ഓൾഫാക്ടറി നാഡി. പിന്നെ പ്രേരക നാഡീകോശങ്ങൾക്ക് ഉദാഹരണമാണ് 11ാം ശിരോനാഡി, 12ാം ശിരോനാഡി. 12ാം ശിരോനാഡി എന്ന് പറയുമ്പോൾ ഹൈപ്പോഗ്ലോസൽ നാഡി. സമ്മിശ്ര നാഡീകോശങ്ങൾക്ക് ഉദാഹരണമാണ് വാഗസ് നാഡി, അത് 10ാം ശിരോനാഡി. അപ്പോൾ സംവേദനാഡി എന്ന് പറയുമ്പോൾ അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ മസ്തിഷ്കം, സുഷുമ്നയിൽ എത്തിക്കുന്നു. പ്രേരക നാഡീകോശങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ മസ്തിഷ്കം, സുഷുമ്നയിൽ എത്തിക്കുന്നു. സമ്മിശ്ര നാഡീകോശങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടും മസ്തിഷ്കം, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നതാണ് സമ്മിശ്ര നാഡി. ഇനി ഈ സംവേദ നാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശത്തെ അറിയപ്പെടുന്നതാണ് ഇന്റർന്യൂറോൺ. സംവേദ നാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർന്യൂറോൺ. ഇനി കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ് ഉണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡിയാണ് സയാറ്റിക് നാഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി ചോദിച്ചാൽ വാഗസ് നാഡിയാണ്. വാഗസ് നാഡി എന്തിനുദാഹരണമാണ്? സമ്മിശ്ര നാഡീകോശങ്ങൾക്ക് ഉദാഹരണമാണ്. 10ാം ശിരോനാഡി എന്നറിയപ്പെടുന്നതും വാഗസ് നാഡിയാണ്. ഈ വാഗസ് നാഡിയുടെ പ്രത്യേകത എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി ചോദിച്ചാൽ സയാറ്റിക് നാഡിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി ഏതാണെന്ന് ചോദിച്ചാൽ വാഗസ് നാഡിയാണ്. നേത്രഗോളത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓക്കുലോ മോട്ടോർ നാഡി. നേത്രഗോളത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ഏതാണ്? ഓക്കുലോ മോട്ടോർ നാഡി. ശരീര തുലനനിലയുമായി ബന്ധപ്പെട്ട നാഡിയാണ് വെസ്റ്റിബ്യുലാർ നാഡി. ശരീരത്തിൻ്റെ തുലനനിലയുമായി ബന്ധപ്പെട്ട നാഡി വെസ്റ്റിബുലാർ നാഡി. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി സയാറ്റിക് നാഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോനാഡി വാഗസ് നാഡി, 10ാം ശിരോനാഡി എന്നറിയപ്പെടുന്നു. സമ്മിശ്ര നാഡീകോശങ്ങൾക്ക് ഉദാഹരണമാണ്. നേത്രഗോളത്തിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓക്കുലോ മോട്ടോർ നാഡി. ശരീര തുലനനിലയുമായി ബന്ധപ്പെട്ട നാഡിയാണ് വെസ്റ്റിബ്യുലാർ നാഡി.